MKM Hypermarket. കൃഷിയിടത്തിൽ വിവിധ ഇനം കാർഷിക വിളകൾ കഴിഞ്ഞ വർഷം കശുമാവ് കൂടി പരീക്ഷിച്ചു അബു മുഹമ്മദ്. അന്ന് ഒരു കശുമാവിൽ ഒരെണ്ണം മാത്രമാണ് വിളഞ്ഞതെങ്കിലും ഈ വർഷം നിറയെ കശുവണ്ടി വിളഞ്ഞു നിൽക്കുമ്പോൾ അബു മുഹമ്മദിന്റെ മനം കുളിർക്കുകയാണ്. ദൈനംദിന ഭക്ഷണക്രമത്തിൽ യഥേഷ്ടം കശുവണ്ടി പരിപ്പ് കഴിക്കുന്ന സ്വദേശികൾക്ക് കശുമാവിൽ തൂങ്ങിക്കിടക്കുന്ന കശുമാങ്ങയും കശുവണ്ടിയും അത്യപൂർവ കാഴ്ചയാണ്. സ്വദേശികളും വിദേശികളും അബു മുഹമ്മദിന്റെ കശുവണ്ടി തോട്ടം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിപ്പോ ഇവിടെ ഈ കൃഷി ഇങ്ങനെ ഈ കോമ്പൗണ്ടിൽ ഇങ്ങനെ കൃഷി തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവിടെ ശരിക്ക് തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ ഈ കൃഷിയായിട്ട്. ആദ്യം വന്നപാട് ഇവിടെ മണ്ണും സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മണ്ണൊക്കെ കൊടുന്നതിന് അർബായിനോട് പറഞ്ഞിട്ട് പിന്നോട് പറഞ്ഞിട്ട് മണ്ണൊക്കെ കൊടുന്ന് നിറച്ച് അതിന് ശേഷമാണ് കൃഷിയുമായിട്ട് മുന്നോട്ട് പോയത്. 5 വർഷം ഏകദേശം കൃഷി തുടങ്ങി. അപ്പോൾ അതിങ്ങനെ തുടങ്ങാനുള്ള കാരണം എന്താണ്? പൊതുവെ ഞാൻ കൂടുതൽ താല്പര്യമുള്ള ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കിയ പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്കുള്ള ആഗ്രഹം. പൊതുവെ ഇവിടെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ 10 സെന്റ് സ്ഥലം ചെറിയ കുറച്ച് സ്ഥലത്ത് വലിയ നല്ല മനോഹരമായ വീട് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ കൃഷിയെ കണ്ടപ്പോൾ പൊതുവെ എനിക്ക് കൂടുതലായി താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നല്ല ഫ്രഷായ വളങ്ങളോ പിന്നെ കീടനാശികളൊന്നും അടിക്കാത്ത പിന്നെ പച്ചക്കറികൾ കഴിക്കുക എന്ന ഒരു താല്പര്യമാണ് കൂടുതലായിട്ട് ഈ കൃഷി രംഗത്തേക്ക് വരാനുള്ള കാരണം. നാട്ടിലെ കശുമാവ് തോട്ടത്തിലെത്തിയ അനുഭൂതിയാണ് തോട്ടം കാഴ്ചക്കാർക്ക് നൽകുന്നത്. കശുമാവ് പൂത്തു കായ്ക്കാൻ 2.5 വർഷം മാത്രമാണ് എടുക്കുന്നതെന്ന് അബു മുഹമ്മദ് പറയുന്നു. പോയ വർഷം കശുമാവ് പൂത്തുടങ്ങിയപ്പോൾ അവധിക്ക് പോയ അബു മുഹമ്മദിന്റെ ലഗേജിൽ വിത്തിനായി തയ്യാറാക്കിയ 10 കിലോയോളം കശുവണ്ടി ഉണ്ടായിരുന്നു. ഇതിൽ 100ഓളം തൈകൾ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും സൗജന്യ വിതരണം ചെയ്തു. കശുവണ്ടി തൈകളുമായി അല്ലൈൻ കൃഷി വകുപ്പിനെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. മരുഭൂമിയിലെ മണ്ണ് ഫലഭൂഷ്ടമാണെന്നും യാതൊരു വളവും ചേർക്കാതെയാണ് തന്റെ കശുമാവിൻ തൈകൾ വളരുന്നതെന്നും അദ്ദേഹം പറയുന്നു. പിന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാനുള്ളത് ഈ കശുമാവിന്റെ കാര്യമാണ്. കാരണം സമ്പൂർണമായ ഒരു കീടനാശിനിയും ഉപയോഗിക്കാതെയാണ് കശുമാവ് വളർത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലോകത്ത് മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എൻഡോസൾഫാൻ. ഇപ്പോൾ കുട്ടികൾക്ക് പോലും ടെലിവിഷൻ കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. അതിലുള്ള കുട്ടികളുടെ അവസ്ഥകളും ഓരോ സഹോദരികളുടെ അവസ്ഥ കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ സമ്പൂർണ്ണമായ മോചനം നേടിയിട്ടുള്ള ഒരു മരമാണ് നമ്മുടെ ഈ കശുമാവ്. ഒരു വിലക്കുള്ള ഒരു മരുന്നും അടിച്ചിട്ടില്ല. സാധാരണ ദോഷമില്ലാത്ത കീടനാശിനികൾ പോലും ഇതിനൊന്നും അടിച്ചിട്ടില്ല. അല്ലയിലെ മണ്ണിൽ എല്ലാവിധ കൃഷികളും വിജയിച്ചു വരുന്നുണ്ടെങ്കിലും കശുവണ്ടി വിളഞ്ഞു നിൽക്കുന്നത് ആദ്യാനുഭവമാണെന്ന് പഴമക്കാരായ സ്വദേശികൾ പറയുന്നു. അബു മുഹമ്മദിന്റെ തോട്ടത്തിൽ കശുമാവ് കൂടാതെ ഞാവൽ പഴവും വളർന്നു വരികയാണ്. 2-3 വർഷം കൊണ്ട് ഇതും കായ്ക്കുമെന്നാണ് പ്രതീക്ഷ. 6 നാവൽ മരങ്ങളുണ്ട്. അതിപ്പോൾ പൂത്ത് വരൽ തുടങ്ങി. ഇതിന്റെ ഉള്ളിലൊക്കെ പൂത്തിട്ടുണ്ട്. ഈ വർഷം മിക്കവാറും മറ്റു തടസ്സങ്ങളൊന്നും കായ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊട്ടടുത്ത സ്വദേശിയുടെ വീട്ടിൽ ഇദ്ദേഹം സംഭാവനയായി നൽകിയ തെങ്ങും വളർന്നു വരുന്നുണ്ട്. അലൈൻ മനാസറിൽ മുറൂറിന്റെ പിൻവശത്ത് ഒരു സ്വകാര്യ പള്ളിയിൽ ഇമാമായി സേവനം ചെയ്യുകയാണ് അബു മുഹമ്മദ്. ഭാര്യയും 3 കുട്ടികളുമുണ്ട്. ഉയർന്ന വേതനവും മെച്ചപ്പെട്ട ജീവിത സൗകര്യവുമുള്ള ജോലി വാഗ്ദാനമുണ്ടെങ്കിലും തൽക്കാലം തന്റെ കശുവണ്ടി തോട്ടം വിട്ടുപോകില്ലെന്ന തീരുമാനത്തിലാണ് അബു മുഹമ്മദ്. യാത്രയിലെ പാഥയം പോലെ തോളിൽ ജീവിത സ്വപ്നങ്ങളുടെ ബാഗും വിസയുള്ള പാസ്പോർട്ടുമായി നാട്ടിൽ നിന്നും യാത്ര പുറപ്പെടുന്ന പ്രവാസികൾക്ക് ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ മരുഭൂമികൾ നൽകുന്ന ജീവിത വിഭവം എന്താണ്? സ്വപ്ന സാക്ഷാത്കാരത്തിലെ സായുജ്യമോ മോഹസഫലീകരണത്തിലെ ആഹ്ലാദമോ ആകില്ല ആ സംഭാവന. പകരം പച്ചപ്പ് തെരഞ്ഞ കേരളീയ ഗ്രാമീണ ബോധത്തിലേക്കുള്ള തിരിച്ചുപോക്കാണത്. ആ തിരിച്ചുപോക്കിൽ തങ്ങൾ മണറാനത്ത് ചെയ്ത പച്ചക്കറികൾ ഓർമ്മയിൽ ഓടിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങളും ആശങ്കകളും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതിലൊക്കെ നിലനിൽക്കുന്നത് ഇന്ത്യൻ പ്രവാസികളുടെ ഗൾഫ് നിയമങ്ങളെ സംബന്ധിച്ച പല ആശങ്കകൾ മാത്രമാണെന്നതാണ്. കാരണം ഗൾഫിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ തൊഴിൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി നോർക്ക റൂട്ട്സ് ചില സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. എങ്കിലും ഗൾഫ് ഫോക്കസിലൂടെ ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയിക്കുന്നുമുണ്ട്. പീപ്പിൾ ടിവിയിൽ ചെയ്തു വരുന്ന ലോ അറ്റ് ഗൾഫ് എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് ശംസുദ്ദീൻ കരുനാഗപ്പള്ളി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ മാറി വരുന്ന നിയമങ്ങളും നിയമവഴികൾ സംബന്ധിച്ച് വിശദമാക്കുകയും ചെയ്യുന്നു. ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തെ നിയമങ്ങൾ ഉൾക്കൊള്ളുക എന്നത് അനിവാര്യത തന്നെയാണ്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഇന്ത്യൻ പ്രവാസികൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.